ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറായ മദർ ഓഫ് ഓൾ ഡീൽസിന്റെ ഒപ്പിട്ടു. എണ്ണവാതക മേഖലയ്ക്ക് വൻ നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവസരങ്ങളുടെ ഭൂമിയാണ് ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി. ആഗോള GDP-യുടെ 25%, ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധീകരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി. एक बहुत बड़ा एग्रीमेंट हुआ है. दुनिया में लोग इसकी चर्चा मदर ऑफ ऑल डील्स के रूप में कर रहे हैं. ये समझौता भारत के 140 करोड़ लोगों और यूरोपीय देशों के करोड़ों लोगों के लिए बहुत बड़े अवसर लेकर आया है. ये दुनिया की दो बड़ी इकोनॉमीज के बीच तालमेल का एक शानदार उदाहरण बना है. ये समझौता ट्रेड के साथ साथ डेमोक्रेसी और रूल ऑफ लॉ के प्रति हमारे शेयर्ड कमिटमेंट को भी सशक्त करता है. EU के साथ हुआ ये फ्री ट्रेड एग्रीमेंट, इससे ट्रेड और ग्लोबल सप्लाई चेन दोनों को मजबूती मिलेगी. मैं भारत के नौजवानों को, सभी देशवासियों को इसके लिए बहुत बहुत बधाई देता हूं. പി ബസന്ത വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബസന്ത, ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ പ്രകീർത്തിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത് ഇന്ത്യ ലോകത്തെ തന്നെ സുസ്ഥിരമാക്കുന്നു എന്നുള്ളതാണ്. ഈ ഡീൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എത്രത്തോളം പ്രധാനമാണ്? ഏതു തരത്തിലുള്ള മുന്നേറ്റത്തിന് ഇത് നാന്ദി കുറിക്കും? മാധു, ഇന്നലെ ഈ കരാർ ഒപ്പിട്ടു എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ കരാറിൽ അന്തിമ ധാരണയായിട്ടുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിരോധ രംഗത്ത് തന്ത്രപരമായ സഹകരണമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ലക്ഷ്യമിടുന്നത്. 27 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് തന്നെ തന്ത്രപരമായ പ്രതിരോധ സഹകരണം, അതോടൊപ്പം ലേബർ മൊബിലിറ്റി കൂടി വലിയ തോതിൽ ഇതിലേക്ക് വരുന്നുണ്ട്. അതായത് നൈപുണ്യ സ്കിൽഡ് വർക്കേഴ്സിനെ ഈ രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി നിയമപരമായ തരത്തിൽ തന്നെ എത്തിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതാണ് ഈ ലേബർ മൊബിലിറ്റി കരാർ. അതോടൊപ്പം തന്നെയാണ് ഈ വ്യാപാര കരാറും ഇന്ത്യ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇന്ന് വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ മാത്രമേ നമുക്ക് പുറത്ത് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ടെക്സ്റ്റൈൽസ്, ലെതർ, അതോടൊപ്പം തന്നെ വൈനുകൾ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ നികുതി കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാറുകളുടെ കാര്യത്തിൽ ഇറക്കുമതി തീരുവകൾ ഇരു ഭാഗത്തു നിന്നും കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആഗോള വ്യാപാരത്തിൻ്റെ 1/3 ആണ് ഈ കരാർ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മദർ ഓഫ് ഓൾ ഡീൽസ് എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാര കരാർ എന്നുള്ളൊരു വിശേഷണമാണ് ഇതിന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാൻ ഡെർ ലെയനും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ കമ്പോളങ്ങൾ ലഭിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ ഉപരോധം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ തീരുവ ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി, അതായത് ലോകത്തിലെ 27 രാജ്യങ്ങളിലേക്ക് പുതിയ കമ്പോളങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ടെക്സ്റ്റൈൽസ് അടക്കമുള്ള മേഖലകൾ, എണ്ണ ശുദ്ധീകരണ രംഗത്ത് ഇന്ത്യ വൻ ശക്തിയായി മാറുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് എണ്ണ വാതക മേഖലയിലാണ് ഈ കരാറിൻ്റെ ഗുണം കൂടുതൽ വരുന്നത് എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വാണിജ്യ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് ഇത് വഴിവെക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.